വർക്കല പാപനാശത്ത് കർക്കടക വാവിന് പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പിതൃതർപ്പണത്തിന് ഏറെ പ്രശസ്തമായ പാപനാശം കടൽത്തീരത്ത് വ്യാഴാഴ്ച പുലർച്ചെ 2:30 മുതൽ ബലിതർപ്പണം നടത്താമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ബലിയിടാൻ എത്തുന്നവർക്ക് വേണ്ടി ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും വിപുലമായ സൗകര്യങ്ങളാണ് തീരത്ത് ഒരുക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം മുതൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭക്തർ പാപനാശത്തേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. പാപനാശം തീരത്തും ബലിമണ്ഡപത്തിലും ബലിയിടാൻ സൗകര്യമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ബലിമണ്ഡപത്തോട് ചേർന്ന് 500 പേരെ ഉൾക്കൊള്ളാവുന്ന പ്രത്യേക പന്തലും ദേവസ്വം തയ്യാറാക്കുന്നുണ്ട്. കടക്ഷോഭമുണ്ടെങ്കിലും തീരത്തിന് വിസ്തൃതി ഉള്ളതിനാൽ ഒരേ സമയം 100 കണക്കിന് പേർക്ക് ഇവിടെ ബലിയിടാൻ കഴിയുമെന്നതാണ് പ്രധാന പ്രത്യേകത. വാവിനോടനുബന്ധിച്ച് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെ 3:30 ക്ഷേത്രം തുറന്ന ശേഷം പിതൃമോക്ഷക്രിയയായ തിലഹോമം ആരംഭിക്കും. ക്ഷേത്രത്തിലും ബലിമണ്ഡപത്തിലും തിലഹോമത്തിനും പ്രസാദ വിതരണത്തിനും കൂടുതൽ കൗണ്ടറുകളും ഉണ്ടാകും. ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ തിലഹോമത്തിനായി പ്രത്യേക ഹോമകുണ്ടങ്ങൾ സജ്ജീകരിക്കും. പാപനാശം തീരത്ത് 31 ലൈഫ് ഗാർഡുകളെ നിയോഗിക്കും. പോലീസ്, എക്സൈസ്, അഗ്നിരക്ഷാസേന, KSEB എന്നിവയുടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഉണ്ടാകും. ക്രമസമാധാന പാലനത്തിനും ഗതാഗത നിയന്ത്രണത്തിനുമായി 500ഓളം പോലീസുകാരെയാണ് നിയോഗിക്കുക. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീമും ആംബുലൻസുകളും സജ്ജമായിരിക്കും. നഗരസഭ ചക്രതീർത്ഥക്കുളത്തിന് സമീപം താൽക്കാലിക ശൗചാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. KSRTC പാപനാശത്തേക്ക് പ്രത്യേക സർവീസുകൾ നടത്തും. തകർച്ചയിലായിരുന്ന പാപനാശത്തെ നടപ്പാലം നവീകരിക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ്. ശിവഗിരിയിലും ബലിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. കർക്കടകവാവ് ബലിയോടനുബന്ധിച്ച് ശിവഗിരി മഠത്തിൽ എത്തിച്ചേരുന്നവർക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് മഠത്തിന്റെ തീരുമാനം. 24 പുലർച്ചെ മുതൽ പിതൃതർപ്പണത്തിന് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരും ബ്രഹ്മചരികളും വൈദികരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. വിസ്മയ ന്യൂസ്, വർക്കല.